വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ വണ്ണം കുറയ്ക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ ഈ ചൂട് കാലത്ത് എങ്ങനെയാണ് വണ്ണം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക? എക്സസൈസ് എങ്ങനെയാണ് ചെയ്യുക? ചൂടത്ത് ഇതൊക്കെ ബുദ്ധിമുട്ടല്ലേ? വണ്ണം കുറയ്ക്കുന്നതിന് വേനൽക്കാലം ഒരു നല്ല ചോയ്സ് അല്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ചൂടുകാലം ആണെങ്കിൽ പോലും നമ്മൾ ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം തന്നെ വണ്ണം കുറയ്ക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഈ 5 കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ വണ്ണം കൂടാനും അത് കാരണമായേക്കാം. അപ്പൊ എന്തൊക്കെയാണ് ഈ 5 കാര്യങ്ങൾ എന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറയുന്നതായിരിക്കും. വീഡിയോ എല്ലാവരും ലാസ്റ്റ് വരെ കാണുക. ഒന്നാമത്തെ കാര്യം നമ്മൾ കുടിക്കുന്ന വെള്ളത്തിനെ കുറിച്ചാണ്. എത്ര വെള്ളം കുടിക്കണം എന്ന് എല്ലാവർക്കും അറിയാം. 2.5 മുതൽ 3 ലിറ്റർ വരെ നമ്മൾ എന്തായാലും വെള്ളം കുടിക്കണം എന്ന് പലർക്കും അറിയാം. പക്ഷെ എങ്ങനെ കുടിക്കണം, എപ്പോൾ കുടിക്കണം എന്നുള്ള കാര്യങ്ങളിലാണ് തെറ്റുകൾ വരുന്നത്. അപ്പോൾ ഇതിന് ഏറ്റവും നല്ലൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുവാണെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഒരു അരമണിക്കൂർ മുന്നേ നമ്മൾ 1 ഗ്ലാസ് വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്ന് വെച്ച് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വെള്ളം കുടിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ തീരെ കുടിക്കാണ്ടിരിക്കണം, അങ്ങനെയൊന്നും ഇല്ല. നിങ്ങൾക്ക് അങ്ങനെ വെള്ളം കുടിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സിപ്പ് ഒക്കെ എടുക്കാം. ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ. ഇനി ഭക്ഷണം കഴിച്ചിട്ടും ചിലർക്കൊക്കെ ഇങ്ങനെ തൊണ്ടയിലൊക്കെ ഇങ്ങനെ കുടുങ്ങി നിൽക്കുന്ന പോലെയൊക്കെ ഒരു ഫീലിംഗ് വരും. ആ സമയത്ത് നിങ്ങൾക്ക് ഒരു സിപ്പോ 2 സിപ്പോ ഒക്കെ വെള്ളം എടുക്കാം. ഇങ്ങനെ ബൾക്കായിട്ട് 1 2 ഗ്ലാസ് വെള്ളം ഒരുമിച്ച് നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെയോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിലോ കഴിക്കാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇതാണ് ആദ്യം നമ്മൾ വെള്ളത്തിനെ കുറിച്ചായിട്ട് പറയുന്നത്. ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. അടുത്തതായിട്ട് നമുക്ക് മെറ്റബോളിസം ഒക്കെ മെച്ചപ്പെടുത്താനും ഈ ചൂട് കാലത്ത് നമുക്ക് കുടിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ഡ്രിങ്കിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഇതിന് നമുക്ക് വേണ്ടത് ഒരു ചെറുനാരങ്ങയും പിന്നെ തുളസിയിലയും തേനുമാണ്. തേനിന്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന തേനൊന്നും നമുക്ക് അത്ര വിശ്വസനീയമല്ല. കാരണം അതിലൊക്കെ അഡൾട്രന്റ് ആയിട്ട് ശർക്കരയും ജാഗരിയും ഒക്കെ ചേർക്കുന്നുണ്ട്. അപ്പം അത് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു തേനിന്റെ ഗുണങ്ങൾ കിട്ടാൻ സാധ്യതയില്ല. അപ്പൊ നിങ്ങൾക്ക് വിശ്വസനീയമായിട്ടുള്ള ഒരു തേന് തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ നമുക്ക് ഒരുപാടൊന്നും തേനേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ ഇതിലൊരു 200 മില്ലി വെള്ളം അത്രയും മതി. അത്രയും 200 മില്ലി വെള്ളത്തിൽ നമ്മൾ ഒരു 3 4 തുളസിയില ഇട്ട് തിളപ്പിക്കാം. തിളച്ച് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു കാൽഭാഗം, ഒരു ചെറുനാരങ്ങയുടെ ഒരു കാൽഭാഗം നീര് ചേർക്കാം. അതായത് ഒരു അര ചെറുനാരങ്ങ മുഴുവൻ പോലും നമുക്ക് വേണ്ടതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അര ചെറുനാരങ്ങയുടെ പകുതിയിൽ കിട്ടുന്ന അത്രയും നീര് മതി നമുക്ക് ഈ ഒരു ഡ്രിങ്കിലേക്ക്. പിന്നെ അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ തേനും കൂടി ചേർക്കാം. ഇതിൽ നമ്മൾ ചെറുനാരങ്ങ എന്ന് പറയുമ്പോൾ സിട്രിക് ആസിഡ് അസിഡിക് ആണെന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ പോലും അത് മെറ്റബോളിസം ആവുന്ന സമയത്ത് ഒരു ആൽക്കലൈസിങ് എഫക്റ്റ് ആണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് നമുക്ക് ചൂടുകാലത്ത് കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇത് നമ്മൾ 1 ഗ്ലാസ് കുടിച്ചാൽ മതി എന്നുള്ളതാണ് കാര്യം. പിന്നെ വയറിന് എരിച്ചില്, പുകച്ചില്, വയറിൽ അൾസർ, അങ്ങനെ നെഞ്ചെരിച്ചില്, അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉള്ള ആളുകൾ ഇത് കുടിക്കേണ്ട ആവശ്യമില്ല. നോർമൽ ആയിട്ടുള്ള ആളുകൾക്ക് ഇത് കുടിക്കാം. അപ്പൊ ഇത് എപ്പോഴാ കുടിക്കേണ്ടതെന്നാണ്, നമ്മൾ രാവിലെ വെറും വയറ്റിൽ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കുടിക്കാം. ഇനി അതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, തൈറോയിഡിന്റെ മെഡിസിൻ ഒക്കെ കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ ഒരു ഡ്രിങ്ക് കഴിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് സ്ഥിരമായിട്ട് എത്ര നാൾ കഴിക്കാന്നാണ്. നമ്മൾ സ്ഥിരമായിട്ട് ഒരാഴ്ച, ഒരു 7 ദിവസം ഇത് കഴിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഇടവേള എടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് ഈ ഡ്രിങ്ക് വല്ലപ്പോഴും കുടിച്ചാൽ മതി. സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ദീർഘകാലത്തേക്ക് ഇത് കുടിക്കേണ്ട ആവശ്യമില്ല. ഈ കാര്യം കൂടി ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഡ്രിങ്കിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചൂട് കാലത്ത് നമുക്ക് ഈ നമ്മളെ ബോഡിയിലുള്ള ടെമ്പറേച്ചർ എങ്ങനെയെങ്കിലും കുറയ്ക്കാനാണല്ലോ നമ്മൾ നോക്കുക. അപ്പൊ ചില മിസ്റ്റേക്സ് ആണ്. ചില ആൾക്കാര് ഈ ചൂടുകാലം ആണെങ്കിൽ പോലും നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ ചുക്കും ഒക്കെ ഇട്ട് തിളപ്പിക്കും. പക്ഷെ ചൂട് കാലത്ത് നമ്മൾ ചുക്കിട്ട് തിളപ്പിക്കുന്നതിന് പകരം നന്നാറിയോ രാമച്ചുമോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇട്ട് വെള്ളം തിളപ്പിക്കുകയാണ് കുറച്ചുകൂടി നല്ലത്. ഇനി അതല്ല നിങ്ങൾ പ്ലെയിൻ വാട്ടർ ആണ് കുടിക്കാൻ എടുക്കുന്നതെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഈ ചൂട് കാലത്ത് ചുക്കൊന്നും ഇട്ട് വെള്ളം കുടിക്കാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബെസ്റ്റ് എന്ന് പറയുന്നത് നന്നാറിയോ രാമച്ചോ അങ്ങനെ കുറച്ച് എന്തെങ്കിലും ഒക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതാണ്. ഇനി മൂന്നാമത്തേത് എക്സസൈസ് ആണ്. എല്ലാവർക്കും അറിയാം എക്സസൈസ് ചെയ്യണം വെയിറ്റ് കുറയ്ക്കാനായിട്ടെന്ന്. പക്ഷെ എന്തൊക്കെ എക്സസൈസ് ചെയ്യണം, എത്ര നേരം ചെയ്യണം എന്നൊക്കെ ഉള്ളതാണ് കൺഫ്യൂഷൻ ആയിട്ട് വരുന്നത്. പിന്നെ ഈ ചൂട് കാലത്ത് എങ്ങനെയാണ് എക്സസൈസ് ചെയ്യുക, ഓൾറെഡി വേർത്തൊഴുകിക്കൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെയുള്ള സംശയങ്ങളും. അപ്പൊ ആദ്യം തന്നെ ചൂട് കാലത്ത് നമുക്കറിയാം നമ്മൾ ഓൾറെഡി ക്ഷീണിച്ചിരിക്കുകയാണെന്ന്. അതുകൊണ്ട് തന്നെ ചൂട് കാലത്ത് വളരെ നമ്മൾ പ്രയാസകരമായിട്ട് വളരെയധികം നമ്മളെ ശരീരം എക്സോസ്റ്റഡ് ആവുക അല്ലെങ്കിൽ ക്ഷീണിക്കുന്ന തരത്തിലുള്ള വ്യായാമങ്ങൾ നമുക്ക് ചൂട് കാലത്ത് വേണ്ട. നമ്മളെ ബോഡി പറയുന്നത് തന്നെ കേൾക്കണം. അതുകൊണ്ട് വ്യായാമം വേണം, പക്ഷെ ഒരുപാട് കടികട്ടിയായിട്ടുള്ള വ്യായാമങ്ങൾ
ഒത്തിരി നമ്മൾ അങ്ങ് ക്ഷീണിക്കുന്ന തരത്തിലുള്ള വ്യായാമങ്ങൾ വേണ്ട. ഏറ്റവും ബെസ്റ്റ് നമുക്കൊരു 20 മിനിറ്റ് രാവിലെ നമ്മൾ നടക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അത് ഏത് സമയത്താണെന്നുള്ളത് കൂടിയാണ്. ഒരു 6 മണി മുതൽ 8 മണി വരെയുള്ള രാവിലത്തെ ആ ഒരു സമയം വളരെ നല്ല സമയമാണ് വ്യായാമം ചെയ്യാനാണെങ്കിൽ പോലും. പിന്നെ ഈ നടത്തം മാത്രം മതിയോ എന്നുള്ളതാണ് മറ്റൊരു സംശയം. അപ്പൊ ഇതിലെന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തരുടെ ബോഡിക്കും ഓരോ ടൈപ്പ് വ്യായാമങ്ങളാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. കാരണം നമുക്കറിയാം എല്ലാവരും ഒരുപോലെയുള്ള ആളുകളല്ല. ചിലർക്ക് മുട്ടുവേദന ഉണ്ടാവും, ചിലർക്ക് ഡിസ്ക് ബൾജ് ഉണ്ടാവും, മറ്റു ചിലർക്ക് വേറെ പല ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കും, റീസെന്റ് ആയിട്ട് സർജറി കഴിഞ്ഞവരുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാവർക്കും എല്ലാ വ്യായാമങ്ങളും പറ്റില്ല എന്ന് നമുക്കറിയാം. അപ്പൊ ഓരോരുത്തർക്ക് പറ്റുന്ന രീതിയിലുള്ള വ്യായാമങ്ങൾ, പിന്നെ നമുക്ക് അതിൽ വെയിറ്റ് ട്രെയിനിങ് ഉൾപ്പെടുത്തണം, കാർഡിയോ മാത്രം പോരാ. ഇങ്ങനെയുള്ള ഒരു മിക്സ് ആയിട്ടാണ് നമ്മൾ എക്സസൈസ് ചെയ്യേണ്ടത്. പിന്നെ എത്ര നേരം ചെയ്യണം, എത്ര കലോറി ബേൺ ചെയ്യണം, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ എത്ര കലോറി ബേൺ ചെയ്യണം, പിന്നെ നമ്മൾ എത്ര കലോറി ഫുഡ് കഴിക്കണം, ഇത് രണ്ടും നമ്മൾ ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് കൊണ്ടുപോകേണ്ടതാണ്. ഇത് കറക്റ്റ് ആവുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് വെയിറ്റ് ലോസ് ഉണ്ടാവുന്നത്. അതായത് നമ്മുടെ ബോഡിയുടെ അതായത് നമ്മുടെ വയസ്സിനനുസരിച്ചിട്ടും നമ്മൾ എത്രത്തോളം ഒരു ദിവസം ആക്റ്റീവ് ആണ് എന്നുള്ള കാര്യങ്ങളും ഇങ്ങനെ പല കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് ഒരു ദിവസം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാലറി. ആ കാലറി അനുസരിച്ച് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് തുടക്കം മുതൽ അവസാനം വരെ ഒരേ ഡയറ്റ് തന്നെ ഫോളോ ചെയ്തിട്ടും കാര്യമില്ല. നമ്മൾ ഒരേ ഡയറ്റ് പാറ്റേൺ ഒരു 2-3 ആഴ്ചയൊക്കെ ഫോളോ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മളെ ബോഡി ആ ഡയറ്റുമായിട്ട് അഡ്ജസ്റ്റ് ആയി പോകും. പിന്നെ നമ്മൾ ആ ഡയറ്റിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അതായത് നമ്മൾ കലോറി കുറച്ച് കുറയ്ക്കേണ്ടി വരും, കലോറി ഡെഫിസിറ്റിലേക്ക് പോയിട്ട് അങ്ങനെ മാറ്റങ്ങൾ വരുത്തിയാണ് നമ്മൾ വെയിറ്റ് ലോസിലേക്ക് എത്തുന്നത്. അപ്പൊ ഇത് ഒരു എന്താ പറയുക, ഒരു 1-2 മാസം കൊണ്ട് പെട്ടെന്ന് കഴിയുന്ന കാര്യമില്ല. ഇതിന് കുറച്ച് സമയം എടുക്കും. അപ്പൊ നമ്മൾ ക്ഷമയോടുകൂടി നമ്മൾ ഡയറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് മോഡിഫൈ ചെയ്ത് കലോറി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വേണം കൊണ്ടുപോകാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ കറക്റ്റ് ആയിട്ട് കലോറി ഒക്കെ ബാലൻസ് ചെയ്ത ഒരു ഡയറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റിന്റെയും വർക്കൗട്ടിന്റെയും ഗൈഡൻസ് കിട്ടുന്നതായിരിക്കും. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ, ഈ വേനൽക്കാലത്ത് അല്ലെങ്കിൽ ചൂടുള്ള സമയത്ത് എക്സസൈസ് ഒക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ആളുകൾ ചെയ്യുന്ന ഒരു തെറ്റാണ് തണുത്ത വെള്ളം. എക്സസൈസ് കഴിഞ്ഞിട്ട് ഉടനെ തണുത്ത വെള്ളം എടുത്ത് കുടിക്കും. ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. വേനൽക്കാലത്തും ആയിക്കോട്ടെ, നമ്മൾ പെട്ടെന്ന് വെയിലത്തുനിന്ന് വന്നിട്ടാണെങ്കിലും തണുത്ത വെള്ളം തലയിൽ ഒഴിക്കുകയും മുഖത്തൊഴിക്കുകയും പെട്ടെന്ന് കുടിക്കുകയും ഇങ്ങനെ ഒന്നും ചെയ്യരുത്. നമ്മൾ കുറച്ചേരം ഒന്ന് ഇരുന്ന് റെസ്റ്റ് ചെയ്ത് നോർമൽ ആയിട്ട് ശേഷം മാത്രമേ നമ്മൾ നോർമൽ വെള്ളം തന്നെ കുടിക്കാൻ പാടുള്ളൂ. ഒരിക്കലും നമ്മൾ ഈ തണുത്ത വെള്ളം ചൂടുകാലത്ത് കുടിക്കരുത്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരിക്കലും അത് നമ്മളെ ശരീരത്തിന്റെ ചൂട് കുറയ്ക്കുകയല്ല, മറിച്ച് കൂട്ടുകയാണ് ചെയ്യുക. കാരണം നമ്മൾ പെട്ടെന്ന് ഈ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ നമ്മളെ ബോഡിക്ക് അതൊരു ഷോക്ക് പോലെയാണ് വരുന്നത്. അപ്പൊ എന്തുണ്ടാവും വെച്ചാൽ നമ്മളെ ബോഡിയിലെ രക്തക്കുഴലുകളൊക്കെ വികസിച്ച് നിൽക്കായിരിക്കും ചൂട് കാരണം. അപ്പൊ ഈ പെട്ടെന്ന് തണുത്ത വെള്ളം ചെല്ലുന്ന സമയത്ത് അതൊക്കെ അങ്ങ് ചുരുങ്ങും. അപ്പൊ നമ്മളെ ബോഡിയുടെ ഉള്ളില് ഹീറ്റ് ട്രാപ്പായി നിൽക്കുകയാണ് ചെയ്യുക. അപ്പൊ നമ്മളെ ശരീരത്തിന്റെ ഉള്ളില് ചൂട് കൂടുകയാണ് ചെയ്യുക. നമ്മൾ വിചാരിക്കുന്ന പോലെ ചൂട് കുറയല്ല ചെയ്യുക. അത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. ഐസ് വാട്ടർ ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ ആ ഒരു സെക്കൻഡിൽ നിങ്ങൾക്ക് ഇത്തിരി ആശ്വാസം കിട്ടിക്കഴിഞ്ഞാലോ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പഴയതിനേക്കാൾ കൂടുതൽ ചൂടായിട്ട് തോന്നി തുടങ്ങും. അപ്പൊ ഇതാണ് അതിന്റെ ഒരു കാരണം. അതുകൊണ്ട് ഈ തെറ്റ് ആരും ചെയ്യാണ്ടിരിക്കുക. കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ നമ്മളെ ദഹനത്തിനെ അത് ബാധിക്കും. ഡൈജഷൻ സ്ലോ ആവും, മെറ്റബോളിസം സ്ലോ ആവും, പിന്നെ വയറിനും അത് സംബന്ധമായിട്ട് ക്രാമ്പും പ്രശ്നങ്ങളും ഒക്കെ വരാനായിട്ട് കാരണം. അപ്പൊ ഇങ്ങനെ ആരും ചെയ്യാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി അടുത്തതായിട്ട് ഫുഡിന്റെ കാര്യമാണ്. ഫുഡ് നമുക്കറിയാം നമ്മൾ ഒഴിവാക്കേണ്ട ഈ പറഞ്ഞല്ലോ തണുത്ത കാര്യങ്ങൾ. അപ്പൊ ഐസ്ക്രീം, ഐസ് വാട്ടർ, ഇങ്ങനെ തണുത്ത ഫുഡ് ഐറ്റംസ് ഒന്നും നമ്മൾ കഴിക്കരുത്. ചൂടുകാലല്ലേ, തണുപ്പാവാന്ന് വിചാരിച്ചിട്ട് മാക്സിമം നമ്മൾ ഇത്രയും തണുത്ത കാര്യങ്ങൾ ഒരിക്കലും, അതും ഇനി കഴിക്കുകയാണെങ്കിൽ പോലും ഉടനെ ചൂടത്തുനിന്ന് വന്നിട്ട് കഴിക്കാണ്ടിരിക്കുക എന്നുള്ളത് കൂടി ശ്രദ്ധിക്കുക കേട്ടോ. വല്ലപ്പോഴൊക്കെ ഐസ്ക്രീം ഒക്കെ കഴിക്കുകയാണെങ്കിൽ പോലും നമ്മൾ ഈ ചൂടത്തുനിന്ന് വന്ന ഉടനെ കഴിക്കരുത്. പിന്നെ വെയിറ്റ് ലോസ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കഴിവതും ഒഴിവാക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, അത് എന്തും പാക്കറ്റിൽ കിട്ടുന്ന എന്തും ബ്രെഡ്, ബിസ്ക്കറ്റ് എല്ലാം നിങ്ങൾ ഒഴിവാക്കുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയം, വൈകുന്നേരത്തെ ഭക്ഷണം വളരെ പ്രധാനമാണ്. ഒരു 7 മണി 7:30 മുന്നേ തന്നെ അത് കംപ്ലീറ്റ് ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് ഒരു 2.5 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ ഉറങ്ങാനായിട്ടും കൂടി ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഉറങ്ങുന്നതിന്റെ ഒരു മണിക്കൂറോ 2 മണിക്കൂറോ മുന്നേ എങ്കിലും നിങ്ങൾ വെള്ളം കുടിക്കാനുള്ളതൊക്കെ കുടിച്ച് തീർക്കണം. പല ആളുകളും രാത്രിയാണ് വെള്ളം കുടിക്കാനായിട്ട് തുടങ്ങുന്നത്, രാവിലെ മുതൽ വർക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ട്. ഒരിക്കലും അതല്ല ശരിയായിട്ടുള്ള രീതി. നമ്മൾ ഈ 2.5 മുതൽ 3 ലിറ്റർ വെള്ളം കുടിച്ച് തീർക്കണം എന്ന് പറയുന്നത് ഈ പകൽ സമയത്താണ് നമ്മൾ ഇത് കുടിക്കാൻ തുടങ്ങേണ്ടത്. എന്നിട്ട് രാത്രി ആകുമ്പോഴേക്കും നമ്മൾ ഈ വെള്ളം കുടിച്ച് അവസാനിപ്പിക്കേണ്ട ഒരു സമയമാണ്, അല്ലാണ്ട് രാത്രിയല്ല നമ്മൾ ഈ വെള്ളം കുടിച്ച് തുടങ്ങേണ്ടത്. ഇത് കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഉറക്കം. നമുക്കറിയാം ചൂട് കാലത്ത് ഉറങ്ങാൻ പ്രയാസമാണ്, ഓൾറെഡി ചൂടാണ്, പിന്നെ കറണ്ട് ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പറയണ്ട, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ഇനി എന്നിരുന്നാലും നമുക്ക് നന്നായിട്ട് ഉറങ്ങാനായിട്ട് ഒരു കാര്യം ചെയ്യാം. അതായത് നമ്മൾ അതായത് നമ്മുടെ കാൽപാദത്തിൽ നമ്മൾ ഒരു ടീസ്പൂൺ ഓയിൽ എടുക്കുക. കോക്കനട്ട് ഓയിൽ ആയിക്കോട്ടെ, വെളിച്ചെണ്ണ, സാധാരണ വെളിച്ചെണ്ണ എടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക. കാൽപാദം
നന്നായിട്ട് മസാജ് ചെയ്തിട്ട് നമ്മൾ ഉറങ്ങാൻ കിടക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നല്ല രീതിയിൽ ഉറക്കം കിട്ടും. കാരണം നമ്മൾ ഉറക്കം ഡിസ്റ്റർബ് ആവുകയും ലേറ്റ് ആവുകയോ ഉറങ്ങാനൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അത് ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാക്കും. കോർട്ടിസോൾ ഹോർമോണിനെ കൂട്ടും. അപ്പൊ നമ്മുടെ ആകെയുള്ള മെറ്റബോളിസം ഒക്കെ വീണ്ടും തകരാറിലാവും. അത് നമ്മുടെ വെയിറ്റ് ലോസിനെ ബാധിക്കും. കൂടുതലായിട്ട് ബെല്ലി ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് കാരണവും. അതുകൊണ്ടാണ് വയറൊക്കെ അധികമായിട്ട് കൂടുന്നത്. പല ആൾക്കാരും ഇല്ല നൈറ്റ് ഷിഫ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള ചേഞ്ചസ് കണ്ടുവരാറുണ്ട് ബോഡിയിൽ. അപ്പം ആ കാര്യം കൂടി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അങ്ങനെ നൈറ്റ് ഷിഫ്റ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഇരുന്ന് ലേറ്റ് ആക്കാണ്ട് കറക്റ്റ് സമയത്ത് പോയിട്ട് കിടന്നുറങ്ങാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ഈ 5 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട്. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മളെ ഡയറ്റും വർക്കൗട്ടും കൂടിയാണ്. വേനൽക്കാലം ആണെന്ന് വിചാരിച്ച് ആരും പുറകോട്ട് നിൽക്കണ്ട. നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വേനൽക്കാലം ചൂടുകാലം ആണെങ്കിൽ പോലും നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്ത് പോവുക. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. ഈ പറഞ്ഞ പോലെ എക്സസൈസ് ഒരുപാട് അങ്ങോട്ട് എക്സോസ്റ്റഡ് ആയിട്ട് നിങ്ങളെ ബോഡീനെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്. നിങ്ങളുടെ ബോഡി പറയുന്നത് കൂടി നമ്മൾ കേൾക്കണം. കാലത്തിന്റെ ആ ഒരു തീക്ഷ്ണത നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അധികമായിട്ട് ക്ഷീണിക്കാത്ത രീതിയിലുള്ള, നമ്മൾ ഓവർ എക്സോസ്റ്റഡ് ആവാത്ത രീതിയിലുള്ള എക്സസൈസുകളാണ് നമ്മൾ ഈ ഒരു ചൂട് കാലത്ത് ചെയ്യേണ്ടത്. ഈ കാര്യങ്ങൾ കൂടി ഒന്ന് പരിഗണിക്കാം. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.